ചെറുക്കനും പെണ്ണും നേരത്തെ കണ്ട് ഇഷ്ടമായത് കൊണ്ടും ജാതകത്തിൽ വേറെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കാര്യങ്ങൾ കിടക്കാം. ഇതന്നല്ല അളിയനും പറഞ്ഞു. ദിവ്യയുടെയും അരുണിനെ കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ദിവ്യയ്ക്കും കൂടി ഒരു കല്യാണം ആലോചിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തരണം. അതിനെന്താ, ഒരു 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. എന്താ? ആയിക്കോട്ടെ. അല്ല, 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. ന്യൂ ജനറേഷൻ അല്ലേ, അവരുടെ കാര്യങ്ങളില് നമ്മൾ തടസ്സം നിൽക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഡേറ്റ് ഒന്ന് നോക്കാം. 6 മാസം വിളിച്ച് വേറെ ഏത് ഡേറ്റ് ആണെങ്കിലും എടുത്തോ. സൂപ്പർ, അതന്നെ 1-ാം തീയതി വെക്കല്ലേ. മകരം, കുംഭം, മീനം, മേടം, ഇടവം. 6 മാസത്തിനകം ദിവ്യയ്ക്ക് ഒരു ചെക്കനെ കണ്ടുപിടിക്കണം. ദിവസം ഇപ്പൊ ഷൂന്നും പറഞ്ഞ് അങ്ങ് പോവും. അല്ലടി, ഞാൻ ആ ബ്രോക്കർ സാബുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാര്യം നോക്കാൻ. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ബാങ്ക് ജോലി കിട്ടിയിട്ട് മതി എനിക്ക് കല്യാണം. ഓ, ബാങ്ക് ജോലി ഇപ്പൊ എന്റെ കല്യാണം ഒരിക്കലും നടക്കില്ലേ? എന്താ 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം. ഒരു 3 മാസം പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാലും ആ ദിവ്യയുടെ ഒരു അഹമ്മതി നോക്കണേ. അടുക്കളയിൽ നിന്ന് എല്ലാവരും കേൾക്കാൻ അവള് പറയുക ബാങ്ക് ജോലി കിട്ടാതെ അവള് കെട്ടില്ലാന്ന്. അവക്ക് 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടുമോ മോളെ? എനിക്കറിയില്ല. ടിവിയും കണ്ടിരുന്നാ മതിയല്ല. എനിക്ക് അടുത്തുള്ള അമ്പലത്തിലും പള്ളിയിലേക്ക് ഒന്ന് പോകണം. ഇത് കണ്ടോ? ഇത് കലണ്ടർ അല്ലേ? അത് മനോരമ തന്നെ. ഇതിലിപ്പോ ഇത്ര കാണാതിരിക്കുന്നേ? അതല്ല മനുഷ്യ, മാസം 4 കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞിട്ട് മാസം 4 ആയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചൂടും ഉഷാറും ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ ഫോൺ എടുത്തൊന്ന് വിളിച്ചേ. അല്ല, അത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചല്ലേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച വിളിച്ചാ പോരെ? നമ്മൾ എപ്പോഴും വിളിച്ചാലേ അവർക്കൊരു ചൂടും ഉഷാറും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഉഷാറുണ്ടായിട്ട് എന്താ കാര്യം? ആ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടണ്ടേ? അമ്മേ, SBI കുറെ പുതിയ പോസ്റ്റൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. ഓ, എല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സ്വാതിയുടെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയിന്ന്. കേട്ടോ, അവനോട് അവര് വിളിച്ച് ചോദിക്കുന്നത് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായിന്ന്. കല്യാണം ചെറുക്കനെ വിളിച്ചിട്ടാണോ ഏർപ്പാട്? ഇവിടെ കാരണവന്മാര് ചത്തുപോയിട്ടില്ലെന്ന് പറഞ്ഞത്. അതെ, അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലേ വിവരാവകാശ കമ്മീഷനെ കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ പറ. അവര് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ അമ്മേ. ഇപ്പൊ നീ അവരുടെ ഭാഗമായോ? അതെ, കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു രീതി സമയമൊക്കെ ഉണ്ട്. അമ്മേ, ദിവ്യ സാദി ഒരേ പ്രായമല്ലേ? അപ്പൊ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് സാദിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അവള് ബാങ്ക് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകത്തില്ല അമ്മേ. നീണ്ടു പോട്ടെ, ഒരു കല്യാണമല്ലേ മുടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞ് നിന്റെ മൂക്കി പല്ലൊന്നും മുളച്ചിട്ടില്ലല്ലോ. ഒരു കല്യാണക്കാരൻ വന്നിരിക്കുന്നു. അല്ല, എന്താ കണ്ടു വിളിച്ചോണ്ടിരിക്കുക? മര്യാദക്ക് തേങ്ങ തരണ്ട മനുഷ്യ. അരച്ച് കറി വെക്കാനുള്ളതാ. ഈശ്വര, 12-ാം തീയതി ഇങ്ങ് എത്തിയല്ലോ. കല്യാണം ഇങ്ങ് അടുത്തു. ഈശ്വര, 13-ാം തീയതി 2 മാസത്തെ പാലിന്റെ പൈസ. ആപ്ലിക്കേഷൻ. ബാങ്ക് ഓഫ് ബറോഡ, ദേന ബാങ്ക്, അതെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. ബിക്കാനീറോ? എന്റെ ഗുരുവായൂരപ്പ, ഇവിടുത്തെ എന്ത് ഭാവിച്ചോണ്ടാ? ദിവ്യേ, മോള് പുതിയ ബാങ്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വന്നായിരിക്കും അല്ലേ? എന്താവോ ഇവിടെ ഒന്നും സ്ഥലമില്ലാണ്ട് ബിക്കാനീർ. പഴയ പ്ലാസ്റ്റിക് ചക്കിൽ നിന്ന് 10,000. നമ്മുടെ കച്ചവടം കേട്ടോ കേട്ടോടി. ചന്ദ്രന്റെ ചായക്കടയിൽ ആഴ്ചയിൽ ഒരു 4 കുപ്പി വെച്ച് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെനോയിൽ 4 കുപ്പി ഫെനോയിൽ. SBT 3000 ഒഴിവ് വിളിച്ചിട്ടുണ്ട്. നീ അപേക്ഷിച്ചില്ലേടി? അമ്മ ഒന്നും അറിഞ്ഞില്ലേ? SBT SBI തമ്മിൽ ലയിപ്പിക്കാൻ പോവാ. എനിക്ക് ബിക്കാനീർ മതി. പങ്കജാക്ഷന ഇന്നാ. ഹലോ ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് പവിത്ര വിശേഷങ്ങൾ? അല്ല, ഇപ്പൊ വിശേഷങ്ങളായിട്ടങ്ങനെ. അല്ല, നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ? കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയാറായി. അല്ല, അത് പിന്നെ ഈ മോക്ക്
പിന്നെ ഇങ്ങോട്ടൊരു ആലോചനയൊന്നും വന്നുമില്ല. അവള് പിന്നെ ഈ ബാങ്കിന്റെ മറ്റേ ടെസ്റ്റിന്റെ ഈ റിസൾട്ടൊക്കെ വന്നിട്ട് അല്ല, കുടുംബക്കാരൊക്കെ ചോദിക്കുന്നു. ഞങ്ങള് അവരോടൊക്കെ എന്ത് പറയും? എല്ലാരും ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇങ്ങതാ ഞാൻ പറയാം. അല്ല, അത് പിന്നെ ഞാനും ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ഓർത്തത്, ചെറുക്കന്റെയും പെണ്ണിന്റെയും അമ്മമാര് തമ്മിലും സംസാരിക്കും. അല്ല, അത് വേണോ? അത് വേണമല്ലോ, ഞാൻ കൊടുക്കാം. കൊടുക്കാം. പിള്ളേരുടെ അച്ഛൻ പറഞ്ഞത് ശരിയാ ചേച്ചി. ചേച്ചീന്ന് ആ മുറുകിത്തോളം എന്നെ വിളിക്കാ ചേച്ചീന്ന്. കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്നേ. മാത്രമല്ല, ഒരു ജോലി കിട്ടാതെ എങ്ങനെ പെങ്കൊച്ചിനെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്? നമ്മുടെ കാലം കഴിഞ്ഞാൽ അവര് ജീവിക്കണ്ടേ? നമ്മൾ വാക്കാൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ സുകുമാരി ചേച്ചി? ഇവിടെ പന്തലുകാരൊക്കെ ചോദിക്കുക കല്യാണം എന്താ മാറിപ്പോയോന്ന്. ഞങ്ങള് ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ എന്ത് പറയും? അവരോടൊക്കെ ചെറുക്കന്റെ പെങ്ങൾക്ക് ജോലി കിട്ടിയില്ലാന്ന് പറയാനൊക്കോ സുകുമാരി ചേച്ചി? അവളെ ഉരുളിയും കൊട്ടകമൊക്കെ കമത്തി പെടാതിരുന്നേനെ ഞാൻ അങ്ങനെ അവളുടെ ചേച്ചിയാകും. അതെന്നാ വർത്തമാനോ? ദിവ്യ സ്വാതി ഒരേ പ്രായമല്ലേ? അപ്പൊ ഞങ്ങളുടെ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വാതിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അതൊക്കെ നമ്മളൊന്ന് ഓർക്കണ്ടേ? ദിവ്യക്ക് കല്യാണം നടക്കാത്തതേ അവളുടെ അഹമ്മദിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ടാ. അവക്ക് ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പുണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾ വേണ്ടേ സമയത്തിന് കല്യാണം നടത്താൻ? ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പോ? പഠിക്കാൻ പോകുന്ന ഒരു പെങ്കുച്ചിനെ കുറിച്ച് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അതെ, നിങ്ങളുടെ മോൾക്ക് ആദ്യം ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കളിക്കണ്ട. നിങ്ങൾ പോ പെണ്ണുമ്പിള്ള. ഞങ്ങളുടെ മോനെ നിങ്ങളുടെ തലതെറിച്ച പെണ്ണിനെ വേണ്ട. ഇതേ അടക്കൊതുക്കുള്ള പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാ. ഞങ്ങൾക്ക് പണ്ടേ വേണ്ടതല്ലേ. കുഴച്ചോ ദാമ്പത്യ ജീവിതത്തിൽ കുഴക്കൽ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ആ ബ്രോക്കർ എന്നെ വിളിച്ചിരുന്നു സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ട്. സ്ഥലത്തിന്റെ വില കൂടി വരുന്നുണ്ട് പോലും. എന്റെ ഫോൺ കേട്ട് അവിടെ ഉണ്ടോ? എവിടെ ആണെങ്കിലും കാണും. ആ വൈബ്രേഷൻ മോഡിലായിരിക്കും. അടിച്ച് ഫിറ്റായിരിക്കണമെന്ന് അറിയാൻ വേണ്ടി വിളിക്കുവാണ്. ഹലോ. എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അരുണേട്ടന്റെ അമ്മ എന്റെ അമ്മയോട് നിങ്ങളുടെ തല തെറിച്ച മോളെ എന്റെ മോന് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്നെ ചതിക്കുമായിരുന്നു. എടാ, ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എടാ, അതാണോ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? നീ വീട്ടിൽ വിളിച്ച് കാര്യം ചോദിക്കൂ. അമ്മ അപ്പോഴത്തെ ദേശത്തിന് അങ്ങനെ പറഞ്ഞോളൂ പോട്ടെ. എന്നാലും തലറിച്ച കുട്ടി എന്നൊക്കെ പറയാൻ പാടുണ്ടോ? ഞാനേ അന്നേരത്തെ ദേശത്തിന് പറഞ്ഞതല്ലടാ. ഇതേ കുറച്ച് നാളായിട്ട് പറയാൻ വെച്ചതാ. നമുക്കേ ഈ ബന്ധം വേണ്ട. അരുണേ, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. വഴക്കം മക്കാണായിട്ട് കല്യാണം നടത്താന്ന് വെച്ചാ ഇങ്ങതാ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടിയില്ലാന്ന് വെച്ചാ ഞങ്ങളുടെ മോളിവിടെ മൂത്ത് നരിച്ച് നിൽക്കണമെന്നാണോ? എന്ത് പറഞ്ഞടാ? വീട്ടുകാരെ തമ്മിലടി. എടാ, നീ എപ്പോഴും ഈ പഴങ്കഞ്ഞി പോലെ നിൽക്കാതെ. എടാ, ഈ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഈ കല്യാണം കൂടാനും പിന്നെ ബിരിയാണി കഴിക്കാനൊക്കെ കാണുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതമാണ്. നീ ഒരു തീരുമാനം എടുക്ക്. ലോകത്തേത് ശക്തി എതിർക്കുവാണെങ്കിലും ഈ അരുൺ പവിത്രൻ എന്ന ഞാൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് സ്വാതിയായിരിക്കും. ഈ രാത്രി എന്നെ നാട്ടിലേക്ക് പോകും. കല്യാണ തീയതി കുറിച്ച് ഇനി ബാംഗ്ലൂരിലേക്ക് മടങ്ങും. പോരെ? മുഴുവൻ